ഓരോ നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്ത് നിന്ന് ഓരോ കൊച്ചു പൈതലിൻ കരച്ചിൽ പോൽ അതാ കേൾക്കുന്നു. അത് കേട്ട സ്വഹാബത്തൊരടങ്കലും വെളിയിൽ ചെന്നേ. അതിശയ കഥയൊന്ന് അവിടമിൽ അരങ്ങേറുന്നേ. അറിഞ്ഞൊരു വാർത്ത ഞാൻ വരിയിലൊതുക്കാം, ആറ്റൽ റസൂലിൻ മത് ഉരക്കാം. അറിഞ്ഞിടണം ഈ കഥ ഇത് ഹക്കാം, ഹക്കാണേ കരഞ്ഞത് ഒരു ഇത്ത മരത്തിൻ തടിയാ. അഷ്റഫുൽ ഖൽഖെന്ന് ഖുതുബയ്ക്ക് ചാരിയതറിയാം. തടിയതിൽ ചാരി റസൂലിൻ ഖുതുബ, തൽസ്ഥിതി അറിഞ്ഞു മഹദി ഫത്വ. ഫർളാറ്റിൽ നബിയോടുരത്തുള്ള വാക്കാണേ എന്നെ മകനൊരു നെഞ്ചാറാണ് റസൂലേ. ആ വീടുത്തെ ഒരു മിമ്പറനെ മകൻ തരും പൊന്നൂലേ. തരാമെന്ന് പറഞ്ഞുള്ള മിമ്പർ നൽകി, തരുളാറ്റൽ അതിൽ കയറി ഖുതുബയിൽ മുഴുകി. പഴയ നഹൽ തടി പുറം തന്നിൽ പൂകിയ സമയം തൊട്ടിത്ത മരം വിതുമ്പിടുന്നേ. മുസമ്മിലോർ ചാരിരുന്ന മരത്തടി കരഞ്ഞിടുന്നേ. ഖുതുബ കഴിഞ്ഞ് റസൂല് ഇറങ്ങി, കൽബി പിടഞ്ഞ് സ്വഹാബും വഴങ്ങി. നഹല് പുണർന്ന് മാറിലൊതുങ്ങി, ഷറഫുറ്റോർ മരത്തിൻ്റെ തടിമാറിൽ അമർത്തി വെച്ചേ. സ്വകാര്യമായി പറഞ്ഞതും കരച്ചിലും അടക്കി വെച്ചേ. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്ത് നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോൽ അതാ കേൾക്കുന്നു. അത് കേട്ട സ്വഹാബത്തൊരടങ്കലും വെളിയിൽ ചെന്നേ. അതിശയ കഥയൊന്ന് അവിടമിൽ അരങ്ങ